ഇപ്പോഴും ഞാൻ പറഞ്ഞ സംശയം ബാക്കി നിൽക്കുന്നു. എന്താ അത്? എന്റെ കാറിടിക്കും മുമ്പ് രാജീവിനും അയാളുടെ അമ്മയ്ക്കും മരണകാരണമായേക്കാവുന്ന എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതാണ് എന്റെ സംശയം. ആരോ കരുതിക്കൂട്ടി ആ വാഹനത്തിലുള്ളവരെ ആക്രമിക്കാൻ ശ്രമിച്ചതുപോലെ. അതിനുള്ളിൽ സഞ്ചരിച്ചവരുടെ മരണം ഉറപ്പിച്ചതുപോലെ. യഥാർത്ഥത്തിൽ എന്റെ വാഹനത്തിൽ തട്ടി മരണം സംഭവിക്കാൻ പാകത്തിനുള്ള ഒരു ഇടിയായിരുന്നില്ല അത്. പക്ഷെ സംഭവിച്ചു. തെറ്റെന്റെ ഭാഗത്തല്ലേ? മഴയത്ത് ഓവർ സ്പീഡ് കൊണ്ടുണ്ടായ അപകടം. അതിൽ ജീവൻ നഷ്ടപ്പെട്ട രണ്ടുപേർക്ക് വേണ്ടി ഞാനിപ്പോ വേദനിക്കുക. വന്ദന, തെറ്റെന്റേതാ, എന്റേത് മാത്രം. മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ വള്ളിപ്പുള്ളി തെറ്റാത്ത ജഗൻ ഇപ്പോഴും പറയുന്നു. അതിൽ നിന്നും ജഗൻ നിരപരാധിയാണെന്ന് വിശ്വസിക്കാൻ ന്യായമുണ്ട്. പക്ഷേ അത് ജഗനോട് ഇപ്പൊ പറയണ്ട. വന്ദന, എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ജഗനെ വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി മാത്രം വന്നതാ. ഒരു കാര്യം കൂടി അറിയിക്കാനുണ്ട്. വർഷയുടെ മരണാനന്തര ചടങ്ങ് നടത്തണമെന്ന് അച്ഛനൊരേ നിർബന്ധം. ചടങ്ങിന് കുടുംബാംഗങ്ങളെല്ലാം പങ്കെടുക്കുമ്പോ ജഗൻ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ആഗ്രഹിക്കുന്നതൊന്നും നടക്കില്ലല്ലോ. അത് മാത്രല്ല, ഒരാഗ്രഹം ഇനി നടക്കില്ല ജഗ. കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതും അല്ല ഒരു സ്വപ്നം പോലെ അവശേഷിക്കാം. ജഗനേനി ഞങ്ങൾക്കൊരോർമ്മ മാത്രമായി അവശേഷിക്കും. അവളുടെ മുന്നിൽ അച്ഛനെ കൊന്ന ഘാതകൻ ആഴത്തിൽ പതിഞ്ഞത് ആർക്കും മാറ്റാനാവില്ല. അത്രമാത്രം മുറിവുകളുണ്ട് ആ മനസ്സിൽ. എന്ന് ഞാൻ പോട്ടെ. വന്ദന,